അതായത് ഇത് സ്വർണം കട്ടതിനെ കുറിച്ചല്ല സർക്കാരിന് ആക്ഷേപം, അത് വിളിച്ചു പറഞ്ഞതിനെ കുറിച്ചാണ് ആക്ഷേപം. ഇത് നടക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി. കാരണം ഇതിന്റെ പേരിൽ ഭക്തജനങ്ങളെ UDF-നെതിരായിട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ റിയാക്ഷൻ മോശമായിരുന്നു. മാത്രമല്ല ഭക്തജനങ്ങളും പറഞ്ഞത് ആ പാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് ഭക്തജനങ്ങളും തീരുമാനിച്ചപ്പോൾ സർക്കാരിന് U-ടേൺ അടിക്കേണ്ടി വന്നതാണ്. അല്ല, ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ഇത്തരം കേസുകളൊക്കെ ഇപ്പം ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കേസുമായി അവർ മുന്നോട്ട് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പൊട്ട ബുദ്ധിയൊക്കെ ഇപ്പോഴും CPM-നുണ്ടോ? അതാണ് പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് സമരങ്ങൾക്കെതിരാണ്. മുമ്പ് എന്തൊക്കെയായിരുന്നോ പാർട്ടിയുടെ നയങ്ങൾ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ദുരന്തമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായത്. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോഴും CPM തയ്യാറാവുന്നില്ല. പക്ഷെ കുറെയൊക്കെ CPI തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതും കൂടി ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളത്? തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ കാര്യമായിട്ടുള്ള മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടാവും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഈ U-ടേൺ വെച്ച് ഒരു പാരഡി കൂടി പുറത്തിറങ്ങുമോ? ഇല്ല, അതൊക്കെ ഇലക്ഷൻ കാലത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഗാനങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇനി അസംബ്ലി ഇലക്ഷൻ കാലത്ത് എന്താണോ സാഹചര്യം അതനുസരിച്ചായിരിക്കും ഇറങ്ങുക. അതല്ലാതെ ഇപ്പോഴേ ഏതൊക്കെ പാരഡി ഇറങ്ങുന്നൊന്നും പറയാൻ സാധ്യമല്ല. യെസ്, ഏതായാലും ഈ പാട്ട് CPM തന്നെ ഹിറ്റാക്കി. ഇനി അത് കൂടുതൽ ഹിറ്റാക്കാൻ തന്നെയാണോ, അത് ഈ പാട്ട് കൂടുതൽ പാടി അങ്ങനെ മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതേതായാലും കുറ്റക്കാർക്കെതിരെ കർശനമായിട്ട് നടപടി വരുന്നത് വരെ ഈ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. യെസ്, വളരെയധികം നന്ദി ശ്രീ K. മുരളീധരൻ പ്രതികരിച്ചതിന്. സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനില്, കോൺഗ്രസ് വലിയ ആഹ്ലാദത്തിലാണ്. സ്വാഭാവികമായും ആഹ്ലാദമുണ്ടാകും. കാരണം ഇങ്ങനെയൊരു പാട്ട് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണം ചെയ്തു, അതിനുശേഷവും അവർക്ക് ഗുണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആഹ്ലാദത്തിന്റെ കാരണം. സുനിൽ, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അത് ശബരിമല സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചയാക്കി നിലനിർത്താൻ ഈ വിവാദം വീണ്ടും ഉപകരിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ടാണ് വീണ്ടും ഈ പാട്ടിന് അതിന്റെ പിന്നണിയിലുള്ളവർക്ക് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകുന്നതിനൊപ്പം ഈ പാട്ട് വലിയ തോതിൽ പ്രചരിപ്പിക്കാനും നിയമപരമായ എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തി ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുമുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് ഒരു പരിധിവരെ ഫലം കണ്ടിട്ടുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഒരുപക്ഷെ ഈ പാട്ട് ഇത്രമേൽ ജനകീയമായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. അതിനപ്പുറത്തേക്ക് ഈ പാട്ടിന് കേസെടുത്തതിന് ശേഷമാണ് ഇത് ഇത്രമേൽ പോപ്പുലറായി മാറുന്നത്. എല്ലാ മനുഷ്യർക്കും ആബാലവൃദ്ധം ജനങ്ങൾക്കും ഈ പാട്ട് അത്രമേൽ പരിചിതമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. മാത്രമല്ല ആ പാട്ട് എന്നത് കേവലം ഒരു പാട്ട് എന്നതിനപ്പുറത്തേക്ക് അതിന് പിന്നിൽ ഒരു വിഷയമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന സജീവമായി നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അതിനെ കുറേ കൂടി സജീവമാക്കാനും വലിയ ചർച്ചയാക്കാനും ഈ പാട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസ് കൊണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് UDF-നുള്ളത്. അതുകൊണ്ടാണ് UDF-ന്റെ എല്ലാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പോലും ഈ പാട്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. പാർലമെന്റിൽ പോലും പാട്ടുപാടി പ്രതിഷേധിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ഈ പാട്ടിങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പാട്ടിനെതിരെ കേസെടുത്ത LDF സർക്കാരിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നടപടി വലിയ ചർച്ചയാക്കി കൊണ്ടുവരാൻ സാധിച്ചു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മുന്നണിക്കുള്ളിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ മുന്നണിയിലെ എതിർപ്പ് അവഗണിച്ചാണ് കേസെടുക്കാനുള്ള തീരുമാനം. പോലീസിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. CPM-ലെ തന്നെ ചില നേതാക്കൾക്ക് ഇത് ഒരു മണ്ടത്തരമായി പോയി എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഇത് കോടതിയിൽ FIR ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ആലോചനകൾ ഈ പാട്ടിൻ്റെ പിന്നണിക്കാർ ആലോചിച്ചിരുന്നു. ഇന്നലെ അവർ നിയമോപദേശമൊക്കെ തേടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നോ നാളെയോ FIR ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. അങ്ങനെ കോടതിയിൽ സമീപിച്ച് കോടതി ഈ FIR എടുത്തെറിഞ്ഞു കളഞ്ഞാൽ അതും സർക്കാരിന് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ടാണ് തൽക്കാലം ഈ കേസുമായി മുന്നോട്ട് പോവേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. എന്തായാലും ഈ വിഷയം വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന പൊതുവായ വിലയിരുത്തൽ മുന്നണിയിലെ പല ഘടകകക്ഷികൾക്കും CPM-ലെ തന്നെ ചില നേതാക്കൾക്കുമുണ്ട്.
അതുകൊണ്ട് തന്നെ എന്താണോ CPM ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സർക്കാരിന് ഉപദേശം നൽകുന്നവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതിന് നേരെ വിപരീതമായ എഫക്റ്റാണ് ഈ കേസും അതിന്റെ അനന്തരഫലങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വാർത്ത വന്നിരുന്നല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ CPM തീരുമാനിച്ചു എന്നുള്ളത്. ആ വാർത്തയുടെ ഭാവി എന്താണ്? അങ്ങനെ സമീപിക്കാൻ തന്നെയാണോ CPM ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്? അതെ, അതിന്റെ ഒരു ഫോളോ അപ്പ് എന്താണെന്ന് തീർച്ചയായും നോക്കണം നമ്മൾ. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ അവിടെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. ആ നേതൃയോഗത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. അങ്ങനെ പരാതി കൊടുക്കാൻ ഒരു പരാതിക്കാരനെയൊക്കെ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു CPM. അത് ഇന്നലെ CPM ഔദ്യോഗികമായി പറയുകയും ചെയ്തു, ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പറഞ്ഞു. എന്തായാലും ആ തീരുമാനത്തിൽ CPM ഉറച്ചു നിൽക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ഇന്നലെയും CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നമ്മൾ ടെലിഫോണിലൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും, ഇത് വലിയ തോതിൽ ഭക്തരുടെ വികാരങ്ങൾക്ക് മുറിവുണ്ടാക്കിയ പാട്ടാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് UDF ചെയ്തത് എന്നുള്ള നിലപാടിലൊക്കെ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നെന്തായാലും സർക്കാർ കേസിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ CPM എന്തെങ്കിലും നിലപാട്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് എടുക്കുമോ, അത് അത്തരമൊരു നിർദ്ദേശം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് നൽകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ നേതൃയോഗം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പാർട്ടി ഔദ്യോഗികമായി അറിയിക്കുക. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ പാരഡിപ്പാട്ടിൽ കേസ്, ക്ഷമിക്കണം, അദ്ദേഹവുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. സുലൈസക്ക് തുടരാം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുക എന്നുള്ളത് അത്ര ഈ പോലീസിൽ പരാതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്രത്തോളം കാഠിന്യമുള്ളതല്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മൾ നിരവധി കേസുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് കൊടുത്തിട്ടേക്കാം എന്ന് CPM തീരുമാനിക്കാനല്ലേ സാധ്യത? ഒരു കാരണം പക്ഷേ അതിലൊരു വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ, ആഭ്യന്തര വകുപ്പ് തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അത് നിലനിൽക്കില്ലെന്ന് കണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന് പിന്നാലെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നതിലെ സാന്നിധ്യം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിലേക്ക് അതുകൊണ്ട് തന്നെ CPM പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.